എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. 2026 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസങ്ങളാണ് ഏപ്രിൽ, മെയ്, ജൂൺ. ഈ സമയത്ത് നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഉച്ചസ്ഥിതിയിലെത്തുന്നു. കൂടാതെ ദേവഗുരുവായ വ്യാഴം 12 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഉച്ചരാശിയിലേക്ക് വരികയാണ്. ചിങ്ങരാശിക്കാർക്ക് ഈ 3 മാസങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തെയും സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹം സൂര്യനാണ്. അതിനാൽ സൂര്യന്റെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഏപ്രിൽ 14 വരെ സൂര്യൻ നിങ്ങളുടെ ഗ്രഹനിലയിലെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 8ാം ഭാവം എന്നത് പ്രതിസന്ധികൾ, വിഘ്നങ്ങൾ, അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനത്ത് സൂര്യനോടൊപ്പം ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നത് അല്പം ഗൗരവകരമാണ്. സൂര്യനും ശനിയും പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്. അതിനാൽ ഈ സമയത്ത് ജോലികളിൽ തടസ്സങ്ങളോ മാനസിക സമ്മർദ്ദമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സാന്നിധ്യമുള്ളതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വ്യക്തിത്വത്തെയും ശരീരത്തെയും സൂചിപ്പിക്കുന്ന 1ാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ ചിന്താശീലനാക്കും. ഭൗതികമായ കാര്യങ്ങളെക്കാൾ ആത്മീയമായ കാര്യങ്ങളോട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നാൻ ഈ സമയം കാരണമാകും. കൂട്ടു ബിസിനസ്, വിവാഹം, പങ്കാളിത്തം എന്നിവയെ സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിലാണ് ബുധനും രാഹുവും നിൽക്കുന്നത്. ബുധൻ ബുദ്ധിയെയും രാഹു അപ്രതീക്ഷിത സംഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനത്ത് രാഹു നിൽക്കുന്നത് പങ്കാളിയുമായോ ബിസിനസ് പാർട്ട്ണർമാരുമായോ ഉള്ള ബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ബുധന്റെ സാന്നിധ്യം ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് ഇപ്പോൾ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ അനുകൂലമായ ഒരു സ്ഥാനമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കലാപരമായ കാര്യങ്ങളിലും സുഖ സൗകര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുമെന്നും ഇത് കാണിക്കുന്നു. വിദേശയാത്രകൾക്കോ ദൂരയാത്രകൾക്കോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഗുണകരമായിരിക്കും. ഗ്രഹനിലയിലെ ഏറ്റവും ശുഭകരമായ ഒന്നാണ് 11ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ നിൽപ്പ്. 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. അവിടെ ഐശ്വര്യത്തിന്റെ ദേവനായ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാനും ഈ ഗ്രഹനില സഹായിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ഗ്രഹമാണ് സൂര്യൻ. ഏപ്രിൽ 14 വരെ സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ ഗ്രഹനിലയിലെ 8ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 8ാം ഭാവത്തെ വ്യയസ്ഥാനം അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ ഇടമായാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ രാശാധിപൻ ഇത്തരത്തിലൊരു സ്ഥാനത്ത് വരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജത്തെയും പ്രതിരോധശേഷിയെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സൂര്യൻ ദുർബലമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ശരീരത്തിന് അസുഖങ്ങളെ തടയാനുള്ള ശക്തി ഈ കാലയളവിൽ അല്പം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ചെറിയ കാലാവസ്ഥാ മാറ്റങ്ങൾ പോലും നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചേക്കാം. പെട്ടെന്നുണ്ടാകുന്ന ജലദോഷം, വിട്ടുമാറാത്ത ചുമ, പനി, വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ പകരുന്ന അണുബാധകൾ എന്നിവ നിങ്ങളെ പെട്ടെന്ന് ബാധിക്കാം. ദഹനക്കേട്, വയറുവേദന, ഇൻഫെക്ഷനുകൾ തുടങ്ങിയ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശുദ്ധമായ വെള്ളവും ഭക്ഷണവും മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ശരീരം വേഗത്തിൽ തളരാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ഉറപ്പാക്കണം. ചുരുക്കത്തിൽ ഏപ്രിൽ 14 വരെ നിങ്ങളുടെ ശരീരം ഒരു റെസ്റ്റ് മൂഡിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമിതമായ ആയാസങ്ങൾ ഒഴിവാക്കി ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വരാനിരിക്കുന്ന നല്ല സമയത്തെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഏപ്രിൽ 14 വരെ ചില തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ഗിയറിലേക്ക് മാറാൻ പോവുകയാണ്. ഏപ്രിൽ 14 സൂര്യൻ 8ാം ഭാവത്തിൽ നിന്നും മാറി 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ 9ാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമാണ്. മേടം രാശി സൂര്യന്റെ ഉച്ചരാശി കൂടിയായതിനാൽ
ഗുണഫലം വർദ്ധിച്ചു ലഭിക്കും. നിങ്ങളുടെ രാശാധിപനായ സൂര്യൻ ഭാഗ്യസ്ഥാനത്തെത്തുമ്പോൾ മനസ്സിലെ പേടിയും മടിയും മാറി പുതിയൊരു ആത്മവിശ്വാസം കൈവരും. എടുത്തുചാട്ടം ഒഴിവാക്കി കാര്യങ്ങൾ വ്യക്തമായി ചിന്തിച്ച് നടപ്പിലാക്കുവാനുള്ള മാനസിക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ചുറ്റുമുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ ഈ സമയത്ത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. തടസ്സങ്ങൾ ഒരു മാന്ത്രിക വിദ്യ പോലെ നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതിനാൽ കുറഞ്ഞ പരിശ്രമം കൊണ്ട് കൂടുതൽ ഫലം ലഭിക്കുന്ന സമയമാണിത്. മെയ് മാസത്തിൽ സൂര്യൻ നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് അഥവാ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് വളരെ ഗുണകരമാണ്. ഓഫീസിലോ ജോലി സ്ഥലത്തോ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറാനോ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ജൂൺ മാസത്തോടെ സൂര്യൻ 11ാം ഭാവത്തിലേക്ക് അഥവാ ലാഭസ്ഥാനത്തേക്ക് എത്തുന്നു. ഇതോടെ ജീവിതത്തിന് വലിയൊരു വേഗത കൈവരും. പല വഴികളിലൂടെയും പണം കൈവരാനും പഴയ കടങ്ങൾ വീട്ടി സമാധാനമായിരിക്കാനും ഈ ഗ്രഹനില നിങ്ങളെ സഹായിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും. ഏപ്രിൽ 14 വരെ ഒരു കാത്തിരിപ്പിന്റെ സമയമായിരുന്നുവെങ്കിൽ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച വേഗതയിൽ മുന്നോട്ടു പോകുന്ന മാസങ്ങളായിരിക്കും മെയ് ജൂൺ മാസങ്ങൾ. പഠനകാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും തുടക്കത്തിൽ ചില മാനസിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പഠനത്തെയും ബുദ്ധിയെയും സ്വാധീനിക്കുന്ന നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. പരീക്ഷാഫലങ്ങൾ എങ്ങനെയാകും, ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, പഠിച്ചത് ഓർമ്മയുണ്ടാകുമോ എന്നിങ്ങനെയുള്ള അനാവശ്യ പേടികൾ തുടക്കത്തിൽ നിങ്ങളെ അലട്ടിയേക്കാം. എത്ര പഠിച്ചാലും എവിടെയോ എന്തോ കുറവുണ്ടെന്ന തോന്നൽ ഈ സമയത്ത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. അറിവിന്റെയും ബുദ്ധിയുടെയും ഗ്രഹമായ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ്. ശനിയുടെ ദൃഷ്ടി മൂലം പേടിയുണ്ടായേക്കാമെങ്കിലും വ്യാഴത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കും. കഠിനാധ്വാനം ചെയ്യാനുള്ള ബുദ്ധിയും ഏകാഗ്രതയും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പഠന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജൂൺ 2. അന്ന് വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. ജൂൺ 2ാം വാരത്തോടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. സങ്കീർണമായ കാര്യങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയം കൈവരിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. മനസ്സിലെ പേടി മാറി പുതിയൊരു ഊർജത്തോടെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ കോഴ്സുകൾക്ക് ചേരാനോ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ മികച്ച അധ്യാപകരെയും സാഹചര്യങ്ങളെയും ഈ ഗ്രഹനില നിങ്ങൾക്ക് മുന്നിലെത്തിക്കും. ദീർഘകാലമായുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിൽ വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന ഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. വിവാഹബന്ധങ്ങളെയും കൂട്ടു ബിസിനസ്സുകളെയും നിയന്ത്രിക്കുന്ന ഇടമാണ് 7ാം ഭാവം. ഇപ്പോൾ അവിടെ രാഹുവാണ് നിൽക്കുന്നത്. രാഹു ഒരു നിഴൽ ഗ്രഹമായതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ ഇതിന് കഴിയും. ചെറിയ കാര്യങ്ങളെ ചൊല്ലി പങ്കാളിയുമായി അനാവശ്യമായ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാതെ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് തുറന്ന സംസാരമാണ് ഏറ്റവും വലിയ പരിഹാരം. 7ാം ഭാവത്തിന്റെ അധിപനായ ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് ചെറിയ തോതിൽ കുറവോ തടസ്സങ്ങളോ അനുഭവപ്പെടാം. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലാക്കിയേക്കാം. പണ്ട് നടന്ന കാര്യങ്ങളെ ചൊല്ലി വീണ്ടും വഴക്കുകൾ ഉണ്ടാകാതെ നോക്കണം. ഈ ഗ്രഹനില നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ വേണം. വ്യായാമക്കുറവ് മൂലമോ മറ്റോ പെട്ടെന്ന് തടി കൂടാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കാലാവസ്ഥാ മാറ്റങ്ങൾ പങ്കാളിയെ വേഗത്തിൽ ബാധിച്ചേക്കാം. ഇൻഫെക്ഷനുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായ പ്രശ്നങ്ങൾ പങ്കാളിയെ മാനസികമായും തളർത്തിയേക്കാം. അവർക്ക് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിത്. പങ്കാളിയുടെ വാശികളെ സ്നേഹത്തോടെ നേരിടുക.
അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. ചുരുക്കത്തിൽ രാഹുവും ശനിയും നിങ്ങളുടെ ബന്ധത്തിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവന്നേക്കാം. എന്നാൽ പരസ്പരമുള്ള വിശ്വാസവും ആരോഗ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഈ 3 മാസങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കരിയർ സംബന്ധമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. മെയ് 11 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ചൊവ്വ നിങ്ങളുടെ 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്താണ് രാജയോഗം? ഗ്രഹനിലയിൽ ഒരു ഗ്രഹം അതിന്റെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വരുമ്പോൾ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ നമുക്ക് രാജയോഗം എന്ന് വിളിക്കാം. ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കും. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥ ഇതിലൂടെ കൈവരും. ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സുവർണാവസരമാണ്. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വലിയ ബിസിനസ് കരാറുകൾ ഈ സമയത്ത് ഒപ്പിടാൻ സാധിക്കും. ഓഹരി വിപണിയിലോ ഭൂമിയിലോ മറ്റോ നിങ്ങൾ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം നേടാൻ ഈ കാലയളവ് സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്കും പുതിയ ജോലി തിരയുന്നവർക്കും ഈ 3 മാസങ്ങളിൽ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലെ ജോലിയിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. ഉയർന്ന പദവികളും ശമ്പള വർധനവും ലഭിക്കും. മെച്ചപ്പെട്ട ശമ്പളത്തോടും സൗകര്യങ്ങളോടും കൂടിയ പുതിയൊരു ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ഈ സമയത്ത് ലഭിക്കും. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഴിവിനെ പ്രശംസിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും. മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറി കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ ഏത് വലിയ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകും. മെയ് 11 മുതൽ ജൂൺ 21 വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഈ സമയത്ത് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കഴിവും ഭാഗ്യവും ഒന്നുചേരുന്ന അപൂർവമായ ഒരു കാലമാണിത്. ചുരുക്കത്തിൽ ചിങ്ങം രാശിക്കാർക്ക് 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവ് വെല്ലുവിളികളും വലിയ നേട്ടങ്ങളും നിറഞ്ഞ ഒന്നായിരിക്കും. ഏപ്രിൽ 14 വരെ ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക ചിലവുകളിലും അതീവ ശ്രദ്ധ പുലർത്തണം. ശനിയുടെ സ്വാധീനം മൂലം ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെ ക്ഷമയോടെ നേരിടുക. മെയ് 11 മുതൽ ജൂൺ 21 വരെയുള്ള രാജയോഗ സമയം നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും വലിയ കുതിച്ചുചാട്ടം കൊണ്ടുവരും. ആത്മവിശ്വാസത്തോടെ പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കുക. ഈ പ്രവചനങ്ങൾ ഒരു വഴികാട്ടിയായി സ്വീകരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോയാൽ ഈ 3 മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന വളർച്ചയുടെ കാലമാക്കി മാറ്റാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷപരമായ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.